ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു വാർത്തയാണല്ലോ. അത് കേരളത്തിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് വലിയ വാർത്തയാണ്. ഇപ്പോൾ ഒരു വലിയ ഹൈ പ്രൊഫൈൽ സ്വർണ്ണക്കടത്ത് കേസ് ഇന്ത്യയിലെ നാഷണൽ മീഡിയാസിലെല്ലാം വലിയ വാർത്തയായി. പക്ഷേ കേരളത്തിൽ അത് വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നത് ഒരു സിനിമാ താരമാണ് എന്ന് മാത്രമല്ല ഒരു സിനിമാ നടിയാണ്. ഒറ്റയടിക്ക് 15 കിലോ സ്വർണ്ണമാണ് അവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. നടി മലയാളി നടിയല്ല, കന്നഡയിലെ രന്യ റാവു എന്ന് പറഞ്ഞ നടിയാണ്. അവർ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ദുബായിലേക്ക് 30 തവണ യാത്ര നടത്തി. സ്വാഭാവികമായിട്ടും നമ്മൾ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റും കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് DRIയും ഒക്കെ ഇത് ശ്രദ്ധിക്കും. അത് നമ്മൾ നടത്തിയാൽ പോലും. പ്രത്യേകിച്ച് അവർക്ക് ദുബായിൽ പ്രത്യേകിച്ച് ബിസിനസ്സുകളൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. ഒപ്പം അവർക്ക് സിനിമകൾ ഇപ്പൊ കുറവാണ്. മുമ്പ് ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചത്. പക്ഷേ ഏറ്റവും വലിയ ഒരു തമാശ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ DGP റാങ്കിലുള്ള IPS ഓഫീസറായ രാമചന്ദ്ര റാവുവിന്റെ മകളാണ്. മകളെന്നാണ് ആദ്യം വന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ അവർ വളർത്തു മകളാണ്. അപ്പൊ ഈ ഒരു 14.8 കിലോ ഗോൾഡ് അതാണ് അവർ ശരീരത്തിൽ സ്വർണ്ണ ബാറുകളായിട്ട് ശരീരത്തിൽ എങ്ങനെയോ പിടിപ്പിച്ചാണ് അത് കൊണ്ടുവന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ അവര് അകത്തായി. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അറിയാമോ നമുക്ക് എത്ര സ്വർണം യാതൊരു കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും അടയ്ക്കാതെ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് കൊണ്ടുവരാമെന്ന്? അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിലെ വാലിഡ് പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫോറിൻ രാജ്യം വിസിറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആണാണെങ്കിൽ 20 ഗ്രാം സ്വർണ്ണമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഡ്യൂട്ടി അടയ്ക്കാതെ. ഡ്യൂട്ടി അടച്ചതിനേക്കാളും കൂടുതൽ കൊണ്ടുവരാം. അപ്പൊ ഡ്യൂട്ടി അടയ്ക്കാതെ 20 ഗ്രാം സ്വർണം കൊണ്ടുവരാൻ പറ്റും ആണിന്, മെയിലിന്. ഇനി ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 40 ഗ്രാം സ്വർണ്ണം, അതായത് 1 പവൻ സ്വർണ്ണം. 40 ഗ്രാം എന്ന് പറയുമ്പോൾ 1 പവൻ സ്വർണ്ണമാണല്ലോ. ഇത്രയും ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു അറിവിലേക്ക് പറഞ്ഞു. പിന്നെ നമുക്ക് പൊതുവെ മലയാളിയൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കേരളം വഴിയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ കേരളം വഴിയാണോ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നതല്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയൊക്കെ റിപ്പോർട്ടുകൾ നിങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2024 വരെയുള്ള കണക്കുകളാണ് ഈ പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് മഹാരാഷ്ട്ര വഴിയാണ്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1000-ലധികം കേസുകളുണ്ട്. രണ്ടാമത് സൗത്ത് ഇന്ത്യയിൽ പോലും ഒന്നാം സ്ഥാനം നമ്മളല്ല. സൗത്ത് ഇന്ത്യയിൽ രണ്ടാമത് നിൽക്കുന്ന ഇന്ത്യയിൽ മുഴുവൻ നോക്കുമ്പോഴും തമിഴ്നാടാണ്. അവരാണ് സ്വർണ്ണക്കടത്തിൽ രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം. പക്ഷെ മൂന്നാമത് നമ്മളാണെന്നുള്ളൊരു വലിയ ഒരു നേട്ടം നമുക്കുണ്ട്. നമ്മളൊരു കൊച്ചു സ്റ്റേറ്റ് ആണെങ്കിലും ഇന്ത്യയിൽ സ്വർണ്ണക്കള്ളക്കടത്തിൽ മൂന്നാമത് നിൽക്കുന്നതും സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന മൂന്നാമത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലാണ്.